കേരളം ഒരു വേറെ രാജ്യമായിട്ടാണ് ഇവർ കാണുന്നത്. ഭയങ്കര ക്ലീനാണ്, അങ്ങനെ ഹോസ്പിറ്റാലിറ്റി, നമ്മുടെ ബോഡി മൊത്തം ഹോസ്പിറ്റാലിറ്റിയാണ് പറയണേ. അപ്പോൾ അതിഥി ദേവോഭവയില്ലേ, അതാണ് നമ്മുടെ ക്യാരക്ടർ കാര്യങ്ങളെല്ലാം. ഇവർ അയൽവക്കത്തൊക്കെ പോയി നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസൊക്കെ കണ്ടു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇതെൻ്റെ ഒരു സുഹൃത്താണ്, ജപ്പാനിൽ നിന്ന് വന്ന സുഹൃത്താണ്. യുവർ നെയിം? My name is Christina. അപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു 2-3 ദിവസം. അപ്പോൾ ഇവര് നമ്മുടെ കേരളം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ടൂറിസം എന്തുകൊണ്ട് വളരാത്തതിനുള്ള ഒരു കാരണം ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട് കാണുന്നേക്ക് മുമ്പ്, ഇന്ത്യയിൽ വരണേക്ക് മുമ്പ് ഇവരുടെ അടുത്ത് ഇന്ത്യനെ കുറിച്ച് എന്താണ് ആൾക്കാർ പറഞ്ഞതെന്ന് കേൾക്കാം. ഞാൻ ഇംഗ്ലീഷിൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ മലയാളത്തിലൂടെ തർജ്ജമ ചെയ്യണേ. Many people think about India crowded, dirty, pollution, people sleep on the street and then pass away on the street. അവർ പറഞ്ഞത് ഇന്ത്യയിൽ വരണേക്ക് മുമ്പ് ഇന്ത്യയിൽ ഫുൾ ഡേർട്ടി, പൊല്യൂഷൻ, ആൾക്കാർ സ്ട്രീറ്റിൽ കിടന്നുറങ്ങുക, സ്ട്രീറ്റിൽ കിടന്ന് മരിക്കുക, ഇതൊക്കെയാണ് ഉണ്ടായിക്കണേന്നാണ് അവർ പറയുന്നത്. യു ഫീൽ ലൈക്ക് ദാറ്റ്? Yes, exactly. I felt same things on the street and all of place garbage and then people sleeping on the street everywhere and the smell is also no good. It happened in which part of India? Okay, most of the place like Delhi, Varanasi, near the part. In Kumbh Mela you got an experience. What that experience? Kumbh Mela was amazing, and then I understood big festival for Hindu people. But the other part, people and pollution and everything was like crazy. What about Ganga, our Ganga? I was surprised. Everyone taking bath and drinking the Ganga water. To be honest, I was so surprised. But I also tried to understand. Okay, this is like Hindu culture. What is the main issue for Ganga? Water is good or bad? Good or bad means dirty or good? For me, I don't want to say dirty, but I never saw like that river in Japan. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരണേക്ക് മുമ്പ് ഇതുപോലെ കുറെ ഡേർട്ടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് സത്യമായിരുന്നു. ഇന്ത്യയുടെ ഡൽഹി ഭാഗങ്ങളും വാരണാസി ഭാഗങ്ങളിലും സഞ്ചരിച്ചപ്പോൾ പിന്നെ ഗംഗാ വാട്ടർ ഡേർട്ടി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ആൾക്കാർ കുളിക്കണേ. പക്ഷെ അവരത് തള്ളി പറയാൻ, നമ്മുടെ നാടിന്റെ സംസ്കാരം അവർ തള്ളി പറയുന്നില്ല. അവരിങ്ങനെ പറയണല്ലോ, ജപ്പാനിൽ ഇതുപോലത്തെ പുഴകളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ഡൽഹി യു ഗോ ടു സം അതർ കൺട്രി, ഫൈനലി യു കം ടു കേരള. വാട്ട് ഡു യു ഫീൽ? To be honest, it's here, India. Yes, I'm so surprised here in Kerala. What about our hospitality and all things? It was crazy. It means very good meaning. Their body makes full of hospitality and love. To be honest, to living, I prefer to Kerala. Okay. But also I understand all of this situation is India. Yeah. So I really enjoy to traveling in India because every state, of course, every places have a different culture, language, hospitality, food, everything. So that is India, I think. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കേരള ടൂറിസത്തിന് ബാധിച്ച ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കേരളം ഒരു സെപ്പറേറ്റ് ആയിട്ട് കാണില്ലേ. ഇന്ത്യയിലൊരു നാടാണ് കേരളം. അപ്പോൾ ഇവർ ഡൽഹി കണ്ടിട്ട് ഓൾ ഇന്ത്യ അങ്ങനെയാണെന്ന് ചിത്രീകരിക്കുന്നത്. ഒരു കേരളത്തിൽ വരുമ്പോൾ ചിന്തിക്കുന്നത് കേരള ലൈക്ക് അനദർ കൺട്രി. യു ഫീൽ ലൈക്ക് ദാറ്റ്? കേരളം ഒരു വേറെ രാജ്യമായിട്ടാണ് ഇവർ കാണുന്നത്. ഭയങ്കര ക്ലീനാണ്, അങ്ങനെ ഹോസ്പിറ്റാലിറ്റി, നമ്മുടെ ബോഡി മൊത്തം ഹോസ്പിറ്റാലിറ്റിയാണ് പറയണേ. അപ്പോൾ അതിഥി ദേവോഭവയില്ലേ, അതാണ് നമ്മുടെ ക്യാരക്ടർ കാര്യങ്ങളെല്ലാം. ഇവർ അയൽവക്കത്തൊക്കെ പോയി നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസൊക്കെ കണ്ടു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാലക്കുടിയിൽ കുറേ ആൾക്കാർ പുറത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നമ്മുടെ ചാലക്കുടി ശ്രീലങ്ക പോലെയാക്കാൻ പറ്റും. ശ്രീലങ്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഹിഡൻ പ്ലേസിലും അവിടെ ഫോറിനേഴ്സ് ഉള്ളു, അവിടുത്തെ നാട്ടുകാരനേക്കും കൂടുതൽ എല്ലാ വീട്ടിലും ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടാവും, അത് ഫോറിനേഴ്സിനാണ്.
ഇവർക്ക് ഗസ്റ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ വലിയ മണിമാളിക ഒന്നും വേണ്ട, നമ്മുടെ സാധാ വീട്, അതിലൊരു നല്ല റൂമും ഒരു ബാത്റൂമും മാത്രം മതി. അത് ഗസ്റ്റുകൾക്കാണ്. അത് ഫോറിനേഴ്സ് വന്ന് അവിടെ താമസിക്കും. നമുക്കപ്പം മണി ഏൺ ചെയ്യാം. നമുക്ക് വിദേശത്തു നിന്നുള്ള പൈസ ടൂറിസം വഴി വരാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, നമ്മുടെ നാടിന് ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ജോലി തേടി വിദേശത്തേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഞാനൊരു യാത്രികനാണ്, അപ്പം ഞാൻ ഇത് കാണിച്ചു കൊടുക്കണം. എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഫോറിനേഴ്സ് എന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം നമ്മുടെ ക്യാരക്ടർ കാരണം കൊണ്ടാണ് അവർ നമ്മളെ അന്വേഷിച്ച് തന്നെ നമ്മുടെ കൂടെ താമസിക്കാൻ, നമ്മുടെ വീട്ടുകാരുടെ കൂടെ താമസിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അയൽവക്കത്തായിരുന്നു ആള്, അയൽവാസികളെല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യു മിസ് കേരള? Of course, very much. You miss our family? Yes, definitely. I come back here. Yeah. Yes, I promise. ഇതുപോലത്തെ വിദേശികൾ നമ്മുടെ നാട്ടിൽ ടൂറിസത്തിനായിട്ട് വരണം. പ്രത്യേകിച്ച് ചാലക്കുടിയിൽ ജസ്റ്റ് പോയി വരണത് മാത്രമേ ഉള്ളൂ. അതായത് ഇവർ കൊച്ചിയിൽ താമസിക്കും, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് കൊച്ചി പോകും. അങ്ങനെയല്ലാതെ നമ്മുടെ ഇവിടെ കുറേ നല്ല പുഴകളുണ്ട്, നല്ല അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇതെല്ലാം വെച്ച് ഇവിടെ ഒരു 3-4 ദിവസം താമസിക്കുന്ന രീതിയിലൊരു ടൂറിസം പദ്ധതി, ട്രക്കിങ്ങും കാര്യങ്ങളും എല്ലാം വെക്കണം. ട്രക്കിംഗ് ഉണ്ട്, പക്ഷെ അത് കുറച്ചുകൂടി എക്സ്പോഷർ ചെയ്ത് വെക്കണം. കുറേ ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റണം. അതുപോലത്തെ ഒരു രീതിയിലേക്ക് നമ്മുടെ ടൂറിസം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ചാലക്കുടീനെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ശ്രീലങ്ക രീതിയിലാക്കാൻ പറ്റുള്ളൂ. ശ്രീലങ്കൻ ടൂറിസം രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെക്കാൾ ദരിദ്ര രാജ്യത്തുള്ള ശ്രീലങ്കയിൽ പിടിച്ചു നിന്നത് ടൂറിസം കൊണ്ടാണ്. നമ്മുടെ ചാലക്കുടി വില്ലേജ് വരെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ഓക്കെ, ബൈ. Bye. Nani. ഓക്കെ. See you.